ഹലോ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പഴം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഓവറായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് പായസത്തിലേക്ക് പഴം മുറിച്ചെടുക്കുന്നത്. കുരുവൊക്കെ ഉണ്ടെങ്കിൽ പായസത്തിൽ ഇതിങ്ങനെ കുരുവൊക്കെ കടിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ അതിനൊരു സുഖം ഉണ്ടാകത്തില്ല. കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ചെറിയ ചെറിയ തുണ്ടങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1-ാം പാൽ 1 കപ്പും 2-ാം പാൽ 1.5 കപ്പും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസപ്പണി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ചെറുതായി എരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് എടുക്കുവാണ്. നമ്മുടെ പായസത്തിൽ ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കോരിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിങ്ങനെ എടുക്കുവാണ്. ഇപ്പം ഞാൻ ഈ സാധനം ഇടുന്നതെന്ന് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്നാണോ അത് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് പായസത്തിനകത്ത് എന്നാ കടിക്കാൻ വേണ്ടി അതൊക്കെ ഇതിനകത്തോട്ട് ഇടാം. നിങ്ങൾക്ക് വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്ന് മുരിച്ചെടുക്കുക നെയ്ക്കകത്ത്. നമ്മുടെ പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമ്മുടെ പഴം ഒന്ന് നെയ്ക്കകത്തിട്ട് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പഴമൊക്കെ കുക്കായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ പഴമൊക്കെ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരയ്ക്കണം. ഞാൻ ഇച്ചിരി ക്ഷമ കുറഞ്ഞു പോയ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ തണുക്കാനായിട്ട് നിന്നില്ല, അതിന് മുന്നേ എടുത്തങ്ങ് അരച്ചു. അപ്പോൾ അരച്ചപ്പോൾ അരവിച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ ഈ അരച്ചത് മൊത്തം ഞാൻ നമ്മുടെ പഴം കുക്ക് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് ശർക്കരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പഴത്തിലുള്ള വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ തന്നെ നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1.5 കപ്പ് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല കുറുകി വരുന്ന ആ ഒരു പാകം എത്തുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പായസത്തിന് ഒരു അടിപൊളി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകവും ഇച്ചിരി ഏലക്കയും കൂടെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ആ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പായസം ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചേക്കുന്ന 1-ാം പാൽ 1 കപ്പ് 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂടിലിരുന്ന് തന്നെ നമ്മുടെ 1-ാം പാൽ നമ്മുടെ പായസം എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല കുറുകി തന്നെ വരും. അപ്പോൾ ആ ഉള്ള ചൂടിൽ തന്നെ നമ്മുടെ തേങ്ങാപ്പാലും നമ്മുടെ പായസം എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മളിവിടെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പായസം റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങൾ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഴം അരയ്ക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തേങ്ങാപ്പാൽ അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് തേങ്ങയിട്ട് അവിടെ തേങ്ങാപ്പാലും റെഡിയാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊടുത്തില്ല ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുവരെ താങ്ക് യു.